കുവൈറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന അംബ വത്തൻ എന്ന് പറയുന്ന പത്രം, അംബ വേറെയാണ്, വത്തൻ വേറെയാണ്, അവർ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖം ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അഥവാ അമേരിക്ക ഇറാനെ ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് ആക്രമിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തത്തുല്യമായിരിക്കുന്ന എന്തോ പ്രവർത്തനം ഇറാൻ ചെയ്യും എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു എന്നാണ് അതിൽ പറയുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അങ്ങനെയാണ് വരുന്നത്. അഥവാ ആണവായുധ ഭീഷണി വരെ രഹസ്യമായിട്ടെങ്കിലും ഇറാനെതിരെ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി, അതായത് തിരിച്ച് ആണവായുധ ആക്രമണം നടത്തുമെന്നൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല. തങ്ങൾക്കത് പുല്ലാണ്, വളരെ സില്ലിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ ഭീഷണിക്ക് മുമ്പിലും ഇറാൻ വഴങ്ങില്ല എന്ന് കണ്ടതോടുകൂടിയാണ് സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുക. സാമ്പത്തിക ഉപരോധം ഓൾറെഡി ഉണ്ട്. പിന്നെ അങ്ങനെയല്ല, മറ്റ് ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാനുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളയുന്ന പ്രവർത്തനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങിയത് എന്നാണ് പത്രം പറയുന്നത്. അഥവാ ഇന്ന് ആണവായുധത്തെ പേടിയില്ല എന്ന് ചുരുക്കം. ആണവായുധത്തെ പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച ഒരു രാജ്യമുണ്ട്, ഉക്രൈൻ. ഉക്രൈൻ്റെ കയ്യിൽ ആണവായുധമില്ല, പക്ഷേ റഷ്യയുടെ കയ്യിൽ ആണവായുധമുണ്ട്. റഷ്യയുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നാണ്. ആ രാജ്യവുമായിട്ട് ആണവായുധമില്ലാത്ത ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധം തുടങ്ങിയിട്ട് 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി തുടങ്ങിയ യുദ്ധമാണ്. 4 വർഷവും 5 മാസവും 30 ദിവസം പിന്നിട്ടു. അപ്പോൾ 29 ദിവസം പിന്നിട്ടു. ഉക്രൈൻ സൈനിക ബലം നോക്കുന്ന സമയത്ത് ഉക്രൈൻ ലോകാടിസ്ഥാനത്തിൽ 20ാം സ്ഥാനത്താണ്. ഇറാൻ ആണെങ്കിൽ 16ാം സ്ഥാനത്താണ്. അത് 145 രാജ്യങ്ങളുടെ സൈനിക കണക്ക് പരിശോധിക്കുന്ന സമയത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനം അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഉക്രൈൻ 20ാം സ്ഥാനത്താണ് എന്ന് ചുരുക്കം. റഷ്യ ആണെങ്കിൽ 2ാം സ്ഥാനത്താണ് സൈനിക ബലത്തിൽ. ഇനി ആണവായുധ ബലത്തിലോ റഷ്യ 1ാം സ്ഥാനത്താണ്. 5420 ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശത്തിലുണ്ട്. എന്നാൽ അമേരിക്കയുടെ കൈവശത്തിൽ 5042 ഉള്ളൂ. ഏകദേശം 400ൻ്റെ അടുത്ത് അധികമുള്ളത് റഷ്യയുടെ കയ്യിലാണ് ചുരുക്കം. പിന്നീട് നോക്കുന്ന സമയത്ത് ചൈനയുടെ കയ്യിൽ 620 ഉണ്ട്, ഇന്ത്യയുടെ കയ്യിൽ 190 ഉണ്ട്. 1, 2, 3, 4 സ്ഥാനം 4ാം സ്ഥാനമല്ല, അതിന് കുറച്ചുകൊണ്ട് 10ാം സ്ഥാനത്തിൽ ഇന്ത്യയുടെ പേരുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ 90 ഉണ്ട്, കൊറിയയുടെ കയ്യിൽ 60 ഉണ്ട്. കൊറിയ എന്ന് പറയുന്ന സമയത്ത് തെക്കൻ കൊറിയ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 യുദ്ധത്തിലും 2 മഹാശക്തികൾ വിജയിക്കുന്നില്ല. അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. എന്നാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഉക്രൈന് മുമ്പിൽ പിടിച്ചു നിൽക്കുകയും പരമാവധി പ്രദേശം പിടിച്ചെടുക്കുകയും ആ പ്രദേശങ്ങൾ റഷ്യയോട് കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ പ്രഖ്യാപനം നടത്തി. ഏകദേശം 18 മുതൽ 43% ഉക്രൈൻ്റെ പ്രദേശം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുടെ കൈവശത്തിലാണ് എന്നാണ് അനുമാനം. 15% ഉക്രൈൻ സമ്മതിച്ചിട്ടുണ്ട്, ബാക്കി സമ്മതിച്ചിട്ടില്ല. അത് വെറുതെ പറയുകയാണെന്നൊക്കെ പറയുന്നു. തലസ്ഥാനമായിരിക്കുന്ന കിവിയുടെ പകുതി ഭാഗമെങ്കിലും റഷ്യയുടെ കൈവശത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? റഷ്യക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടുണ്ടോ? ഇല്ല, വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സൈനിക ശക്തി നോക്കുന്ന സമയത്ത് അമേരിക്ക, പിന്നെ റഷ്യ, പിന്നെ ചൈന, പിന്നെ ഇന്ത്യ, ദക്ഷിണ കൊറിയ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 1, 2, 3, 4ാം സ്ഥാനം നമ്മുടെ രാജ്യമുണ്ട് ഇന്ത്യ. അത് അഭിമാനിക്കാവുന്നതാണ്. അപ്പോൾ ഈ അമേരിക്കയും റഷ്യയും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുക. അമേരിക്കയും റഷ്യയും മറ്റ് 2 രാജ്യങ്ങളും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്ന ചർച്ച, ഒരുപാട് ചർച്ചകൾ നടന്നു. ഒമാനിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാർമ്മികത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. പിന്നീടാണ് പാകിസ്ഥാൻ പൊടുന്നനെ കടന്നു വന്നത്. പാകിസ്ഥാൻ കടന്നു വന്നതോടുകൂടി ലോകം തന്നെ ഞെട്ടിപ്പോയി. എല്ലാ കാലത്തും ഭീകര സ്ഫോടനങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ആഭ്യന്തര കലാപങ്ങളും, പ്രധാനമന്ത്രിയെ സൈനികർ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ സൈനികരെ പിടിച്ചുകൊണ്ടുപോയിട്ട് പ്രധാനമന്ത്രി ജയിലിടുക, ഇത്തരം നാടകം കളിക്കുന്ന ഒരു രാജ്യം ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യമായിട്ട് മുന്നോട്ട് വന്നു പറഞ്ഞാൽ അത്ഭുതകരമായിരിക്കും സംഭവമായിട്ട് തന്നെ അതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ പാകിസ്ഥാനിൽ വെച്ചുള്ള ചർച്ചയിൽ തങ്ങളുടെ ശക്തിയും തങ്ങളുടെ ബലവും ലോകാടിസ്ഥാനത്തിൽ തങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചും ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു ഇറാൻ. അതാണ് ഇഷ്ടപ്പെടാത്തത്.
കാര്യം പറയുന്ന കാര്യമല്ല വിഷയത്തിൽ ചർച്ച ചെയ്യും. സമാധാന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനൊരു ക്രോഡീകരണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ആ വിഷയത്തുമായിട്ട് പ്രതിപാദിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കി വെക്കും. അത് അമേരിക്കക്കുണ്ടാവും, അത് ഏത് മധ്യസ്ഥരാണെങ്കിലും. പക്ഷെ അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ അമേരിക്ക എന്താ പറയാന്നറിയാം, ഞങ്ങളുടെ വീരേതിഹാസ കഥകൾ, ലോകത്ത് ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയത്, ആ രാജ്യത്തെ അട്ടിമറിച്ച് ഈ രാജ്യത്തെ എങ്ങോട്ട് പിടിച്ചെടുക്കിയത്, ഇറാഖിനെ പിടിച്ചെടുക്കി, സദ്ദാം ഹുസൈൻ തൂക്കിയേറ്റ്, ഈ കഥകൾ ഇറാൻ പറഞ്ഞ എന്താ അറിയോ, ഈ കഥകൾ കേൾക്കാൻ ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ചർച്ചയും ഇല്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം വെറുപ്പിച്ചാൽ. അതുകൊണ്ടാണ് 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, ലോകത്തിലൊന്നും മറന്നു പോകാൻ വേണ്ടി അതിന് പറ്റില്ല, രാവിലെ 8:15 ഹിരോഷിമ എന്ന് പറയുന്ന നഗരത്തിൽ ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ് അമേരിക്ക നടത്തിയത്. യുറേനിയം 235 എന്നാണ്, 235 അടിസ്ഥാനമാക്കിയ ആണവ ബോംബ് 15 കിലോ TNT സ്ഫോടക ശക്തിയോടുകൂടി ഈ മേഖലയിൽ വീണ് പൊട്ടുകയുണ്ടായി. 80,000 ആളുകൾ തൽക്ഷണം മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതൊക്കെ പാകിസ്ഥാൻ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ അത് നിർത്തിയിട്ടുണ്ട്. 80,000 ആളുകൾ മരിച്ചു എന്ന് 1945 അവസാനത്തെ കണക്ക് പ്രകാരം 1,40,000 ആളുകൾ ഈ മേഖലയിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്താലുണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ച് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞത് മരണസംഖ്യ, മരിച്ച മനുഷ്യരുടെ എണ്ണം മാത്രമാണ്. പിന്നീട് അതിൽ മൃഗങ്ങൾ, സസ്യജാലങ്ങൾ, ജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ ഉണങ്ങിപ്പോയിരിക്കുന്ന ഒരു നഗരമായി അത് മാറി. 10-15 കിലോമീറ്റർ ചുറ്റളവിൽ പോലും അതിൻ്റെ പ്രകമ്പനമുണ്ടായി. നമ്മൾ സംസാരിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസത്തിലാണ്. സംഭവം നടക്കുന്നത് 1945 ഓഗസ്റ്റ് മാസത്തിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും ജനിക്കുന്ന അപൂർവമായിരിക്കുന്ന കുട്ടികളിൽ ജനിതക വൈകല്യമുണ്ട് എന്നാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ്, അന്താരാഷ്ട്ര തലത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പിന്നെ നാഗസാക്കിയിട്ട് നമുക്കറിയാം ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ആ ബോംബിൻ്റെ പേര് ഫാറ്റ് മാൻ എന്നാണ്. നല്ല പേരുകളൊക്കെ ഇടും ആളുകളെ കൊല്ലാൻ പോകുന്ന സമയത്തല്ലേ. അപ്പോൾ പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കിയ അറ്റോമിക് ബോംബ് സ്ഫോടന ശക്തി അതിന് 21 കിലോ TNT ആണ്. സ്ഫോടനത്തിൽ നടന്നത് ഉടനെ തന്നെ 40,000 പേർ ഒരേ സമയത്ത് മരണപ്പെട്ടു. പിന്നീടുള്ള കാലങ്ങളിൽ മരണസംഖ്യ, പിന്നെ കാലം എന്ന് പറയുന്ന സമയത്ത് വർഷങ്ങളല്ല ദിവസങ്ങളാണ്, ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മരണസംഖ്യ കൂടിക്കൂടി വന്നു. 1945 അവസാനത്തിലും 1946 ആദ്യഘട്ടത്തിലുമായി 2,10,000-ലധികം മനുഷ്യന്മാർ തന്നെ അവിടെ മരിച്ചു വീണിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞോളം മൃഗങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും ഇഴജന്തുക്കളായിട്ടും പ്രദേശം കത്തിക്കരിഞ്ഞതായിട്ടും പിന്നീട് ഈ വിഷവസ്തുക്കൾ അവിടെ തന്നെ പരന്നിങ്ങനെ ഒഴുകുന്ന കാരണത്താൽ അവിടേക്കൊരു മനുഷ്യന്മാർക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത വിധം ആ ഒരു ദേശം അപ്പാടെ തന്നെ ഇല്ലാതാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. പിന്നീട് ഈ സോവിയറ്റ് യൂണിയൻ ഈ ജപ്പാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു, നമുക്കറിയാവുന്നതാണ്. പിന്നീട് ജപ്പാൻ കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ജപ്പാനിൽ രാജ്യഭരണമായിരുന്നു. അങ്ങനെ പോകുന്ന അതിൻ്റെ കഥ. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറാനോട് 2-ാം ഘട്ടത്തിലും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇറാൻ പുല്ല് വില കൽപ്പിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കാൻ ഇനി അമേരിക്കക്ക് സാധിക്കില്ല, ലോകത്തൊരു രാജ്യത്തിനും സാധിക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടെങ്കിൽ ആരും വെടിവെക്കില്ലല്ലോ. ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരുടെ കയ്യിലും ആണവായുധമുണ്ട്. 1-ാം ലോക യുദ്ധത്തിലോ 2-ാം ലോക യുദ്ധത്തിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയ സമയത്തോ അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ലോകാടിസ്ഥാനത്തിൽ ആണവായുധം ഉണ്ടായിരുന്നു. അത് 3 ആണവ ആയുധങ്ങൾ അവരുടെ കയ്യിലുള്ളത്. ഒന്ന് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അമേരിക്ക ന്യൂയോർക്ക് അവിടെ ഒരു പ്രദേശത്തിൻ്റെ പേര് പറയുന്നത് അവിടെ പരീക്ഷിക്കപ്പെട്ടു. അതോടുകൂടി അത് കഴിഞ്ഞു. ശേഷിക്കുന്ന 2 ജപ്പാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചത്. പിന്നീട് സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പിന്നെ നിർമ്മാണം ആരംഭിച്ചത്. ഈ ഉക്രൈൻ എന്ന് പറയുന്നത് നിർഭാഗ്യവാനായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് കാണാം. 1996 കാലഘട്ടത്തിൽ 1900 ആണവായുധം ഉക്രൈൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടനുബന്ധിച്ച് പിന്നീട് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ വേറെ വേറെ രാജ്യമായപ്പോൾ റഷ്യ അവിടെ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ കൈവശത്തിൽ ആണവായുധം അവരിങ്ങോട്ട് മേടിച്ചു.
എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറയും ചെയ്തു. അപ്പോൾ രാജ്യത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ആരും എന്ത് പറഞ്ഞാലും കേൾക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അത് ഇന്ത്യ നിർമ്മിച്ച രാജ്യമാണ്. ഇന്ത്യയാണ് അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചത്. അത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നാണ് ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ അറിയപ്പെട്ടത്. അപ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. കാരണം ചുറ്റുഭാഗം ആരാണ്? ഇന്ത്യയാണ്. ഇതിൻ്റെ ഉക്രൈൻ്റെ ചുറ്റുഭാഗം ആരാണ്? റഷ്യയാണ്. അപ്പോൾ സംരക്ഷണം നൽകുമോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ ഈ ആയുധങ്ങളെല്ലാം വാങ്ങി. ഇപ്പോൾ നിലവിൽ അവരുടെ കൈവശത്തിൽ ഒരു ആണവായുധം. 1991 സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരം വരുന്ന ഗ്ലാസ്നോസ്റ്റ് പെരിസ്റ്റോക്കൊക്കെ വന്നു. രാജ്യം തന്നെ പിളർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആണവായുധം കാട്ടി ഇറാനെ ഭയപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രം കൂടി, അതായത് ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ തന്ത്രമാണ് പ്രയോഗിച്ചത്. അതിൽ പോലും ഇറാൻ കുലുങ്ങിയിട്ടില്ല. ഇറാൻ്റെ കൈവശത്തിൽ മറ്റെന്തോ ഉണ്ട്. ഇനി ആണവായുധമുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടെങ്കിലും അവർ പ്രയോഗിക്കും. ആ പേടി അമേരിക്കയ്ക്കുണ്ട്. അത് ആദ്യം പ്രയോഗിക്കുക ഇസ്രായേലായിരിക്കും. അങ്ങനെ ഇസ്രായേൽ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം നിർത്തിവെച്ച് സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോകരാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക മാറിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.